നമസ്കാരം. പ്രധാന വാർത്തകൾ. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ. കുരുക്കായി റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട്. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം. ദേവസ്വം ഉദ്യോഗസ്ഥർ, പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുദേവന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ്. കൊടിസുനിയെ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. തവനൂർ ജയിലിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റണമെന്നാണ് കൊടിസുനിയുടെ അമ്മയുടെ ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. കേസിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജയിലിലെ കുറ്റകൃത്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊടിസുനിയെ തവനൂരിലെ ജയിലിലേക്ക് മാറ്റിയത്. കോട്ടയത്ത് ഭർത്താവിനെതിരെ പരാതി. അതിക്രൂരമർദ്ദനം നേരിട്ടെന്ന് യുവതി. കോട്ടയം കുമാരനെല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. ഭർത്താവ് ജെയിൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് രമ്യ മോഹൻ പോലീസിൽ പരാതി നൽകി. ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. 4 വർഷമായി ജെയിൻ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഇതിനിടെ ഒരു തവണ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ജെയിനെതിരെ കേസെടുത്തിരുന്നു. പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നിരിക്കുന്നത്. കുവൈറ്റിൽ എണ്ണ ഖനന കേന്ദ്രത്തിൽ അപകടം. 2 മലയാളികൾ മരിച്ചു. കുവൈറ്റിലെ അബ്ദുല്ലയിലെ എണ്ണ ഖനന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണ്ടായ ദാരുണാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. ജോലിക്കിടെ പെട്ടെന്നുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഇരുവരുടെയും മരണം സംഭവിച്ചത്. തൃശൂർ നടുവിലെപ്പറമ്പിൽ നിഷിൽ സദാനന്ദൻ, കൊല്ലം സ്വദേശി സുനിൽ സോളമൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും എണ്ണ ഖനന മേഖലയിലുള്ള കരാർ തൊഴിലാളികളായിരുന്നു. മൃതദേഹം ജഗറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ കൃത്യമായ കാരണത്തെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചു. KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം. കേസെടുത്തു. വീട്ടമ്മയായ യുവതിയുടെ മൊബൈൽ നമ്പർ കബളിപ്പിച്ച് കൈക്കലാക്കി KC വേണുഗോപാൽ MPക്കെതിരെ സൈബർ ആക്രമണം. യുവതി പരാതി നൽകിയതോടെ മൈസൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൈസൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇരിക്കൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മൈസൂരിൽ സ്ഥിര താമസക്കാരിയായ കണ്ണൂർ ഇരിക്കൂർ സ്വദേശിനിയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ചാണ് സൈബർ ആക്രമണം നടത്തിയത്. ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കുണ്ടറ ബേബി എന്ന വ്യാജ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് KC വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്.